പ്രിയമായ യേശുക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം മത്തായിയുടെ സുവിശേഷത്തിന്റെ ചില പ്രാധാന്യപ്പെട്ട പശ്ചാത്തലങ്ങളെക്കുറിച്ച് പഠിക്കാം. ഈ ഗ്രന്ഥത്തിലെ ഓരോ അധ്യായത്തെയും സംക്ഷിപ്തമായി മനസ്സിലാക്കാൻ ഞാൻ പഠിക്കും. ഇത് ഭാവിയിൽ ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തെയും കൂടുതൽ വ്യക്തമായി ഗ്രഹിക്കാൻ സഹായിക്കും. മനസ്സിന്റെ ആഴത്തിലുള്ള നന്ദിയോടെ ഒരു പ്രാർത്ഥനയോടെ നാം ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, മത്തായിയുടെ സുവിശേഷത്തിലൂടെ നമുക്ക് പുറപ്പെടുവാനുള്ള ഈ യാത്രയിൽ ഞങ്ങൾ ഭക്തിയോടും വിനീതതയോടും കൂടി നിന്റെ സന്നിധിയിൽ വരുന്നു. നിന്റെ വചനം ജീവന്റെയും പ്രഭാവത്തിന്റെയും ഉള്ളിൽ സജീവവും ഉജ്ജീവനവുമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. അതു ഇരുനാണയമുള്ള വാൾ പോലെയും മൂർച്ചയുള്ളതായും സത്യം വെളിപ്പെടുത്തിയും ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യുന്നതുമായിരിക്കുന്നു. നിന്റെ ജ്ഞാനത്തിന്റെ ആഴങ്ങൾ ഞങ്ങൾ ഗ്രഹിക്കേണ്ടതെന്നു ഞങ്ങളുടെ മനസ്സുകൾ തുറന്നു കൊടുക്കണമേ. നീ ഞങ്ങൾക്കായി നിയോഗിച്ച സന്ദേശം സ്വീകരിക്കേണ്ടതെന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹപൂർവ്വം ഉണർത്തേണമേ. യേശുക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷ, ഉപദേശങ്ങൾ എന്നിവ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വഴി പ്രകാശിപ്പിക്കട്ടെ. ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള ആന്തരിക ബന്ധം കൂടുതൽ ആഴത്തിൽ നയിക്കട്ടെ. ഈ പഠനം വെറും ജ്ഞാനമായി കഴിയാതെ ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തുകയും നിന്റെ ഇച്ഛയോട് അനുസൃതമായി ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ സുവിശേഷത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ കൂടുതൽ വ്യക്തമായി കാണുവാനും അവനെ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുവാനും അവനെ കൂടുതൽ അടുത്തു നടക്കുവാനും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മത്തായിയുടെ സുവിശേഷം ഒരു സാധാരണ ചരിത്രരേഖയല്ല. ഇത് ഇതുവരെ പറയപ്പെട്ട ഏറ്റവും മഹത്തായ കഥ വെളിപ്പെടുത്തുന്ന ദിവ്യഗ്രന്ഥമാണ്. ഒരു അത്യന്തം രാഷ്ട്രീയ കലാപകാലത്ത് ജീവിക്കേണ്ടതായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കൂ. ഒരു പീഡിത ജനത 1000 വർഷങ്ങളായി കാത്തിരുന്ന വാഗ്ദാന പ്രകാരമുള്ള രക്ഷകനായി ആഗ്രഹിക്കുമ്പോൾ, മതനേതാക്കൾ തങ്ങളുടെ ആചാരങ്ങളിൽ കൂടുതൽ ശക്തമായി പിടിച്ചു നിൽക്കുമ്പോൾ, അതിശയകരമായ ദൈവിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അജ്ഞാത ഗുരുവിന്റെ ചർച്ചകൾ വ്യാപിക്കുമ്പോൾ, ഈ പശ്ചാത്തലത്തിൽ നസറേത്ത് സ്വദേശി യേശു കടന്നുവരുന്നു. അവന്റെ വാക്കുകൾ കാറ്റുകളെയും കടലിനെയും നിയന്ത്രിക്കുന്നു. അവന്റെ സ്പർശം തകർന്നവരെ പുനഃസ്ഥാപിക്കുന്നു. അവന്റെ സാന്നിധ്യം തന്നെ മനുഷ്യാധികാരങ്ങളുടെ അടിസ്ഥാനങ്ങളെ ചലിപ്പിക്കുന്നു. പക്ഷേ ആരാണ് ഇയാൾ? അവൻ ഉദ്ദേശിക്കപ്പെട്ട മിശിഹാവോ, അതോ മറവിയിലാവേണ്ട മറ്റൊരു വിപ്ലവകാരിയോ? മുമ്പ് ഒരു നികുതി ഈടാക്കൽ ഉദ്യോഗസ്ഥനായിരുന്ന മത്തായി അപ്രതീക്ഷിതമായി ഒരു ശിഷ്യനായി മാറിയവൻ യേശുവിനെ പഴയ പ്രവചനങ്ങളുടെ സാക്ഷ്യമായി, ഇസ്രായേലിന്റെ നിയമാനുസൃത രാജാവായി, ലോകത്തിന്റെ രക്ഷകനായും വെളിപ്പെടുത്തുന്നു. ഈ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ അധ്യായവും ദൈവീയ സത്യത്തിന്റെ മറ്റൊരു അഴുകിയ പാളി തുറന്നുകാട്ടുന്നു. ഒരു സത്യം അത്യന്തം വൻശക്തിയോടെ 1-ാം നൂറ്റാണ്ടിനെ പ്രകമ്പനം സൃഷ്ടിച്ചതും ഓരോ തലമുറയെയും പ്രതികരിക്കാൻ ആവശ്യപ്പെടുത്തുന്നതുമാണ്. മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലെ ഒരു മഹത്തായ അടിത്തറയായി നിലകൊള്ളുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതം, ശുശ്രൂഷ, മരണവും ഉയിർപ്പ് എന്നിവ സമഗ്രമായി വെളിപ്പെടുത്തുന്നു. പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകമായതിനാൽ ഇത് പഴയ നിയമത്തേക്കും പുതിയ നിയമത്തേക്കും ഇടയിലുള്ള ഒരു പാലം പോലെയാണ്. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെടുന്നതായി പ്രതിപാദിക്കുന്നു. ഈ സുവിശേഷം വളരെ സൂക്ഷ്മമായി ഘടിതമായതും തത്വശാസ്ത്രപരമായി സമ്പന്നവുമാണ്. ഇതിൽ മിശിഹായുടെ ഉപദേശങ്ങൾ, അത്ഭുതങ്ങൾ, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തികൾ എന്നിവ വിശദമായും ആഴത്തിലുള്ള രീതിയിലും വിവരിക്കുന്നു. ഈ പഠനം വിശ്വാസികൾക്കു സ്വർഗരാജ്യത്തെ തുടങ്ങിയുള്ള ബോധ്യവും ദൈവനീതിയിലേക്കുള്ള ദൃഷ്ടികോണവുമാണ് നൽകുന്നത്. ഈ മഹത്തായ സുവിശേഷത്തിന്റെ ഹൃദയഭാഗത്താണ് അതിന്റെ രചയിതാവായ മത്തായി, ലേവി എന്ന പേരിലും അറിയപ്പെടുന്നവൻ. മത്തായി ഒരു നികുതി ഈടാക്കൽ ഉദ്യോഗസ്ഥനായിരുന്നു. റോമ അധിനിവേശവുമായി ബന്ധപ്പെട്ടിരുന്നതുകൊണ്ടു യഹൂദന്മാരുടെ ഇടയിൽ അത്യന്തം തെറ്റായി എന്നു കണക്കാക്കപ്പെട്ട ഒരു ജോലിയായിരുന്നു. നികുതി ഈടാക്കുന്നവർ സ്വപ്രയോജനത്തിനായി സഹോദരങ്ങളെ ചൂഷണം ചെയ്തിരുന്നതുകൊണ്ട് ദേശദ്രോഹികളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ താഴ്ന്ന നിലയിൽ നിന്നാണ് യേശു മത്തായിയെ ക്ഷണിച്ചത്. അവന്റെ ജീവൻ മാറ്റിമറിക്കുന്നതുപോലെയുള്ള ഒരു ദൈവിക സങ്കേതമായിരുന്നു ഈ ക്ഷണം. യേശു അവന്റെ ടോൾ ബൂത്തിന് സമീപം കടന്നുപോയപ്പോൾ അവൻ ഉച്ചരിച്ച ഒരു ലളിതമായെങ്കിലും ശക്തിയുള്ള വാക്കുകൾ, എന്നെ അനുഗമിക്കൂ. ഒരു നിമിഷത്തിന്റെയും താമസമില്ലാതെ മത്തായി തന്റെ പഴയ ജീവിതം ഉപേക്ഷിച്ചു. സമ്പത്തും സുരക്ഷിതത്വവും വിട്ടുനീങ്ങി ശിഷ്യത്വത്തിന്റെ വിളിയിലേക്ക് കടന്നു. അവന്റെ പരിവർത്തനം ക്രിസ്തുവിന്റെ കൃപയെ പ്രകടമാക്കുന്നു. അർഹതയില്ലാത്തവരെ വിളിച്ച് ദൈവിക ഉദ്ദേശങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന പാത്രങ്ങളാക്കുന്ന ദൈവത്തിന്റെ മഹത്തായ കരുതലിന്റെ തെളിവാണിത്. അവന്റെ വിളിയിനുശേഷം മത്തായി 12 ശിഷ്യന്മാരിൽ ഒരാളായി മാറി. സുവിശേഷം പ്രചരിപ്പിക്കാനും ആദ്യ സഭയെ സ്ഥാപിക്കാനും നിയോഗിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ ഉയിർപ്പ് കഴിഞ്ഞ് അവന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുതിയ നിയമത്തിൽ വ്യാപകമായി കാണുന്നില്ലെങ്കിലും അനന്തരം അവൻ എത്യോപ്യയിലും പെർഷ്യയിലും സുവിശേഷം പ്രസംഗിച്ചിരിക്കുമെന്ന് പരമ്പരാഗത ധാരണയുണ്ട്. ദൈവോദ്ദേശപ്രകാരം രചിച്ച അവന്റെ സുവിശേഷം അവന്റെ പ്രത്യേക പശ്ചാത്തലത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു നികുതി ഈടാക്കൽ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ മത്തായി രേഖപ്പെടുത്തലിൽ സൂക്ഷ്മതയുള്ളവനായിരുന്നു. ഇത് അവന്റെ സുവിശേഷത്തിന്റെ ഘടനയിലും വിശദാംശത്തിലും പ്രത്യക്ഷമാകുന്നു.
അതിനേക്കാൾ പ്രധാനമായി അവന്റെ യഹൂദ പൈതൃകം, ഹീബ്രാ തിരുവെഴുത്തുകളോടുള്ള ആഴത്തിലുള്ള പരിജ്ഞാനം എന്നിവ ക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ട മിശിഹാ പ്രവചനങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം അതിന്റെ സന്ദേശം മനസ്സിലാക്കുന്നതിനായി നിർണായകമാണ്. യേശു ലോകരക്ഷകനാണെന്ന സുവിശേഷ സന്ദേശം ഇന്നും കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ദൈവിക സത്യമാണ്. മത്തായിയുടെ സുവിശേഷം ഓരോ അധ്യായത്തിലും തത്വശാസ്ത്രപരമായ ആഴമുണ്ട്. അതിന്റെ 28 അധ്യായങ്ങൾ ക്രിസ്തുവിനെയും അവന്റെ രാജ്യത്തെയും സംബന്ധിച്ച സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. താഴെ മത്തായിയുടെ സുവിശേഷത്തിന്റെ തത്വശാസ്ത്രപരമായ അർത്ഥം അധ്യായാനുസൃതമായി വിശദീകരിച്ചിരിക്കുന്നു. 1-ാം അധ്യായം യേശുവിന്റെ ദൈവികവും രാജകീയവും ആയ വംശാവലിയെ സ്ഥാപിക്കുന്നു. ഈ വംശാവലി അബ്രാഹാമിൽ നിന്ന് ദാവീദിലേക്കും പിന്നെ യോസേഫിലേക്കും പിന്തുടരുന്നു. യോസേഫ് യേശുവിന്റെ ഭൂമിയിലെ രക്ഷകനായിരുന്നു. ഈ വംശാവലി യേശുവിന് മശീഹ ആകാനുള്ള അവകാശം വ്യക്തമാക്കുന്നു. അവൻ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ നിയമം നിവർത്തിക്കുന്നു. ഈ അധ്യായം കന്യജനത്തെക്കുറിച്ചും വിവരിക്കുന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, മത്തായി 1:23 എന്ന നിലയിൽ യേശുവിന്റെ ദൈവിക സ്വഭാവം അതിവിശേഷിച്ച് ഉന്നയിക്കുന്നു. മത്തായിയുടെ വംശാവലി ലൂക്കായുടെ വംശാവലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് യേശുവിനെ ദാവീദിന്റെ നിയമാനുസൃത വാരസായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അതിലൂടെ അവന്റെ മശീഹ അവകാശം ഉന്നയിക്കുന്നു. 2-ാം അധ്യായത്തിൽ മത്തായി ജ്യോതിശാസ്ത്രജ്ഞരുടെ സന്ദർശനം വെളിപ്പെടുത്തുന്നു. ഈ അന്യജാതിക്കാർ പുതുജനിച്ച രാജാവിനെ അംഗീകരിച്ചു. ഇത് ക്രിസ്തുവിന്റെ സർവ്വജനീന ദൗത്യത്തിനുള്ള മുൻകൂട്ടി സൂചനയാകുന്നു. ഈ അധ്യായം ഹെരോദാവിന്റെ യേശുവിനെ സംഹരിക്കാനുള്ള ശ്രമത്തെയും വിവരിക്കുന്നു. ഇത് ഫറവോൻ മോശയെ വധിക്കാനുള്ള ശ്രമവുമായി സാമ്യമുള്ളതാണ്. അതോടൊപ്പം യേശുവിനെ ഒരു മഹത്തായ വിമോചനനായി പ്രതിഷ്ഠിക്കുന്നു. മിസ്രൈമിലേക്ക് നടന്നോടിയതും നസറത്തിലേക്ക് മടങ്ങിയതും പ്രവചനം നിവർത്തിക്കുന്നതാണ്. എന്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചുക, ഹോശേയ 11:1 എന്ന പ്രവചനത്തിന്റെ പ്രാപ്തിയാണ് ഇതിലൂടെ തെളിയുന്നത്. 3-ാം അധ്യായം യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുന്നു. അവൻ മിശിഹായുടെ മുൻവഴി ഒരുക്കുന്നവൻ ആയിരുന്നു. മനസാന്തരവുമാണ് അവൻ പ്രസംഗിച്ചത്. അവൻ സ്വർഗരാജ്യത്തിനുള്ള മാർഗം ഒരുക്കുന്നു. യേശുവിന്റെ സ്നാനം അവന്റെ പരസ്യദൗത്യത്തിന്റെ ആരംഭം ആയിരുന്നു. അതിലൂടെ ദൈവപുത്രനായ അവന്റെ ആത്മപരിചയം സ്ഥിരീകരിക്കപ്പെടുന്നു. ഈ സ്നാനം അവന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കിക്കളയുന്ന ദൈവമേയിന്റെ പ്രതിമയിലേക്കു ഇത് അവനെ അടയാളപ്പെടുത്തുന്നു. 4-ാം അധ്യായം യേശുവിന്റെ ശതമാന പരീക്ഷണം വിവരിക്കുന്നു. അതൊരു നിർണായക ഘട്ടമായിരുന്നു. അവൻ പിതാവിനോടുള്ള തന്റെ പരിപൂർണ അനുസരണവും അതിലൂടെ വെളിപ്പെടുത്തുന്നു. ഇത് മരുഭൂമിയിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതുമായി നേർക്കുനേർ വ്യത്യാസം കാണിക്കുന്നു. അവൻ സാത്താനെ ജയിച്ചതിലൂടെ പാപത്തിനും മരണത്തിനുമേലെയുള്ള അവന്റെ വിജയം മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. ഈ അധ്യായത്തിൽ ഗലീലയിലെ അവന്റെ ദൗത്യത്തിന്റെ തുടക്കവും പ്രത്യക്ഷപ്പെടുന്നു. അവൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവിടെയായിരുന്നു രാജ്യത്തിന്റെ വരവിനെ പ്രസിദ്ധീകരിച്ചത്. 5 മുതൽ 7 വരെ അധ്യായങ്ങൾ പർവ്വതപ്രസംഗത്തെ രൂപപ്പെടുത്തുന്നു. ഇത് രാജ്യധർമ്മത്തിന്റെ തത്വശാസ്ത്രപരമായ നിജവുമാണ്. ഇവിടെ യേശു സത്യമായ നീതിയെ വിശദീകരിക്കുന്നു. അവൻ പുറമേയുള്ള മതപരമായ ആചാരങ്ങളുമായി ഉള്ളിലെ പരിവർത്തനം എതിർത്തു നിൽക്കുന്നു. രാജ്യത്തിന്റെ ഗുണങ്ങൾ കൈവശമുള്ളവരുടെ സൗഭാഗ്യം പരമസന്തോഷമായി ധർമ്മപ്രസംഗം വെളിപ്പെടുത്തുന്നു. കർത്താവിന്റെ പ്രാർത്ഥന പിതാവിനോടുള്ള ആശ്രിതത്വത്തെ പഠിപ്പിക്കുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ വ്യാഖ്യാനം അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നവനാണെന്ന് തെളിയിക്കുന്നു. ധനന്റേത് സീഡേൻ 3-ഉം 8-ഉം 9-ഉം അധ്യായങ്ങൾ യേശുവിന്റെ അത്ഭുതകരമായ ശക്തിയെ രോഗങ്ങൾ, പ്രകൃതി, ഭൂതങ്ങൾ, മരണം പോലും കീഴടക്കുന്നതിലൂടെ വെളിപ്പെടുത്തുന്നു. അവനെ മെസ്സിയായി അംഗീകരിക്കാൻ അവന്റെ അധികാരത്തെ സ്ഥിരീകരിക്കുന്നു. അവനെ പുറത്താക്കിയവരോടുള്ള അവന്റെ കരുണയും പാപങ്ങളെ ക്ഷമിക്കാനുള്ള അവന്റെ ശക്തിയും അവന്റെ ഇരട്ടപങ്കായ ചികിത്സകനും രക്ഷകനുമെന്ന നിലയിൽ വെളിപ്പെടുത്തുന്നു. 10-ാം അധ്യായത്തിൽ 12 ശിഷ്യന്മാരുടെ നിയോഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗരാജ്യം പ്രഖ്യാപിക്കാനുള്ള ദൗത്യത്തിന് അവരെ തയ്യാറാക്കുന്നു. യേശു ആദ്യം ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആടുകൾക്കു പോകാൻ അവരെ നിർദ്ദേശിക്കുന്നു. സുവിശേഷത്തിന്റെ സന്ദേശം ജാതികളെ പ്രവേശിക്കാനു മുമ്പ് ദൈവത്തിന്റെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ആരംഭിക്കണം എന്നത് ഊന്നിപ്പറയുന്നു. അവർ നേരിടേണ്ടി വരുന്ന എതിർപ്പിനെക്കുറിച്ച് അവരോട് മുന്നറിയിപ്പ് നൽകുന്നു. അവർ ആണികളുപോലെ വൈഷ്ണവരും പ്രാവുകളുപോലെ നിരപരാധികളും ആകേണ്ടതാണെന്ന് അറിയിച്ചു. അവരെ പള്ളികളിൽ അടിച്ചു, സഭകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് രാജാക്കന്മാരുടെയും ഗവർണർമാരുടെയും മുമ്പിൽ അവന്റെ പേരിൽ കൊണ്ടുപോകും. അവൻ അവരെ ഉറപ്പു നൽകുന്നു. അവർക്കു മറുപടി പറയേണ്ടതായപ്പോൾ അവരുടെ പിതാവിന്റെ ആത്മാവ് അവർക്കു വാക്കുകൾ നൽകും. അവൻ അവന്റെ വരവ് വിഭജനമുണ്ടാക്കുമെന്ന് പ്രസ്താവിക്കുന്നു. സുവിശേഷം നിമിത്തം കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ വിരോധത്തിലാകും. ശിഷ്യത്വത്തിന്റെ വില വളരെ കൂടുതലാണ്. കുടുംബബന്ധങ്ങളെക്കാൾ പോലും അവനോടുള്ള ആകുലമായ പ്രതിബദ്ധത ആവശ്യമാണ്. ആരെങ്കിലും തങ്ങളുടെ ജീവൻ കണ്ടെത്തുമെങ്കിൽ അവർ അതിനെ നഷ്ടപ്പെടുത്തും. എന്നാൽ അവന്റെ നിമിത്തം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അതിനെ കണ്ടെത്തും.
അവന്റെ ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവർ അവനെ സ്വീകരിക്കുന്നു, അവനെ സ്വീകരിക്കുന്നവർ അവനെ അയച്ചവനെ സ്വീകരിക്കുന്നു എന്നും അവൻ ഉറപ്പു നൽകുന്നു. അവന്റെ ദൂതന്മാരെ ദൈവത്തിന്റെ അധികാരത്തിൽ നിർത്തുന്നു. 11-ാം അധ്യായത്തിൽ യേശുവിനെ പഴയ നിയമപ്രവചനങ്ങളുടെ നിറവേറുന്നവനായി അവതരിപ്പിക്കുന്നു. തടവിൽ നിന്ന് യോഹന്നാൻ സ്നാപകന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ക്രിസ്തുവിന്റെ മുൻഗാമിയായ യോഹന്നാൻ യേശു വരേണ്ടവനാണോ അല്ലെങ്കിൽ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിക്കാൻ ദൂതന്മാരെ അയക്കുന്നു. യേശു അവന്റെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധീകരിക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രർക്കു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇവയെല്ലാം അവൻ മെസ്സിയാണെന്നതിന്റെ തെളിവായി. സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും മഹാനായവൻ യോഹന്നാനാണെന്ന് അവൻ പ്രശംസിക്കുന്നു. എങ്കിലും സ്വർഗരാജ്യത്തിൽ ചെറുതായവൻ പോലും അവനേക്കാൾ മഹാനാണ്. അതിനർത്ഥം പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് മാറ്റം വരുന്നു. അവൻ അവന്റെ അതിശക്തമായ പ്രവൃത്തികൾ കണ്ടിട്ടും വിശ്വാസം കാണിക്കാത്ത കൊറാസിൻ, ബേത്സൈദ്, കഫർനാഹൂം തുടങ്ങിയ നഗരങ്ങളെ ശാസിക്കുന്നു. അവരുടെ വിധി ടയറിനെയും സീദോനെയും സൊദോമിനെയും കാളും കടുപ്പമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അവൻ പിന്നെ തിരുഗ്രന്ഥത്തിലെ ഏറ്റവും സ്നേഹഭാവമുള്ള ക്ഷണിപ്പുകളിലൊന്നായ ഭാരവാഹികളായ എല്ലാവരെയും അവന്റെ അടുക്കൽ വരാനായി ക്ഷണിക്കുന്നു. അവൻ തന്റെ ഹൃദയം മനോഹരവും താഴ്മയുള്ളതും ആണെന്ന് വേദനിച്ചവരോട് വെളിപ്പെടുത്തുന്നു. പരമോന്നതരുടെ അധിനിവേശത്തിൽ പാരമ്പര്യ ഗുരുക്കന്മാരുടെ കർശന ബാധ്യതകളോട് താരതമ്യം ചെയ്യുമ്പോൾ അവൻ അർപ്പിക്കുന്നതിനു കൊമ്പയുള്ള ആജ്ഞയും എളുപ്പമുള്ള ചുമടുമാണ്. 12-ാം അധ്യായത്തിൽ യേശുവിനെതിരെയുള്ള എതിർപ്പുകൾ, പ്രത്യേകിച്ച് ശബ്ദത്തിനെ ചുറ്റിപ്പറ്റി വളരുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ വയലുകളിലൂടെ നടന്ന് ധാന്യം പറിക്കുന്നതിനാൽ ശബ്ദത്തിൽ ലംഘിച്ചിരിക്കുന്നു എന്ന് പരീശന്മാർ അവനെ കുറ്റപ്പെടുത്തുന്നു. ദാവീദ് വിശുദ്ധ അപ്പം കഴിച്ചിരുന്നതും ദേവാലയത്തിലെ പുരോഹിതന്മാർ ശബ്ദത്തിൽ വേല ചെയ്യുന്നതും പരാമർശിച്ച് അവൻ അവരെ സംരക്ഷിക്കുന്നു. അവൻ തന്നെ ദേവാലയത്തെക്കാളും മഹത്തായവനാണെന്നും ശബ്ദത്തിന്റെയും കർത്താവാണെന്നും പ്രഖ്യാപിക്കുന്നു. നിയമത്തിന് മീതെ അവന്റെ ദൈവികാധികാരം വെളിപ്പെടുത്തുന്നു. അവൻ ശബ്ദത്തിൽ ഒരു കൈ വാടിയ ആളെ സൗഖ്യപ്പെടുത്തുമ്പോൾ പരീശന്മാർ അവനെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നു. യേശു പിന്തിരിയുന്നു. ജാതികൾക്ക് ന്യായം വരുത്തുന്ന ദാസനെക്കുറിച്ചുള്ള യെശയ്യാവിന്റെ പ്രവചനം നിറവേറ്റുന്നു. ഈ അധ്യായം പരിശുദ്ധാത്മാവിനെതിരെയുള്ള നിന്ദയെപ്പറ്റിയും രേഖപ്പെടുത്തുന്നു. യേശു ഭൂതങ്ങളെ ബെയേൽസെബൂബിന്റെ ശക്തിയാൽ പുറത്താക്കുന്നു എന്ന പരീശന്മാരുടെ ആരോപണം. യേശു അവരെ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരം നിന്ദ ക്ഷമിക്കപ്പെടില്ല, കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ സാത്താന്റെ പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു മരം അതിന്റെ ഫലങ്ങളാൽ അറിയപ്പെടും. അതുപോലെ ഒരു മനുഷ്യന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ വെളിപ്പെടുത്തുന്നു. പണ്ഡിതന്മാരും പരീശന്മാരും ഒരു അടയാളം ആവശ്യമാകുന്നു. എന്നാൽ അവൻ അവർക്കു നൽകുന്ന ഏക അടയാളം യോനാവിന്റെ അടയാളമാണെന്ന് പറയുന്നു. അവന്റെ മരണം ഉയിർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്നു. അവൻ അവന്റെ സത്യമായ കുടുംബം വെളിപ്പെടുത്തുന്നു. രക്തബന്ധികളായവരല്ല, പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നവരാണെന്ന് പഠിപ്പിക്കുന്നു. 13-ാം അധ്യായത്തിൽ ആർക്കാവിഹാരങ്ങളിലൂടെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യപരവും അന്തിമവിജയവുമാണ് വെളിപ്പെടുത്തുന്നത്. യേശു വിധേയനിന്റെ ഉപമ പഠിപ്പിക്കുന്നു. വിത്ത് ദൈവവചനമാണ്. മണ്ണ് സുവിശേഷത്തോടുള്ള വ്യത്യസ്ത പ്രതികരണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ചിലർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, എന്നാൽ കഷ്ടപ്പാടുകൾ കാരണം പിന്നോട്ടു പോകുന്നു. മറ്റുള്ളവരെ ലോകപരമായ ചിന്തകൾ ചൂർന്നുമാറ്റുന്നു, എന്നാൽ നല്ല മണ്ണ് ധാരാളമായി ഫലം നൽകുന്നു. അവൻ പുല്ലിൻ മേടത്തിന്റെ ഉപമ പറയുന്നു. ഈ ലോകത്തിൽ നീതി വളരുന്ന പോലെ ദോഷവും വളരും, എന്നാൽ അന്ത്യവിധിയിൽ സൽവൃക്ഷം ശേഖരിച്ച് കള്ളവൃക്ഷം തീയിൽ ഇടും. കടുകുമണിയും പുളിയും ഉപമകൾ രാജത്വത്തിന്റെ ചെറുതായ തുടക്കം, എന്നാൽ അതിന്റെ അഗാധ വ്യാപനം വെളിപ്പെടുത്തുന്നു. മറവിയുള്ള നിധിയും വിലകൂടിയ മുത്തുമണി ഉപമകൾ രാജത്വത്തിന്റെ അപ്രതിമമായ മൂല്യം പ്രതിനിധീകരിക്കുന്നു. അവസാന വിധിയിൽ സൽവർ നീചന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടും. യേശു തന്റെ സ്വദേശത്തേക്ക് മടങ്ങുന്നു, എന്നാൽ അവന്റെ അഭിമുഖം അവരുടെ പരിചിതത്വം കാരണം അവനെ നിരസിക്കുന്നു. അവന്റെ മെസ്സിയ ശാക്തതയെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. 4-ാം അധ്യായം യോഹന്നാൻ ബാപ്താവിന്റെ വധവൃത്താന്തത്തോടുകൂടി ആരംഭിക്കുന്നു. ഹെരോദ്യാസിന്റെ പുത്രിയുടെ പ്രേരണയാൽ ഹെരോദ് അന്തിപാസ് യോഹന്നാന്റെ തല ഛേദിപ്പിക്കുന്നു. ഇതു കേട്ടിട്ടു യേശു ഒരു ശാന്തപ്രദേശത്തേക്കു പിൻവാങ്ങുന്നു. പുരുഷാരം അവനെ പിന്തുടരുന്നു. അവൻ കരുണ തോന്നി 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും ശിശുക്കളെയും പോഷിക്കുന്നു. 5 അപ്പം 2 മത്സ്യം കൊണ്ടു ഇതു ചെയ്യുന്നതിൽ അവന്റെ ദൈവിക് ശക്തി പ്രത്യക്ഷമാകുന്നു. അന്നു രാത്രി കാറ്റിനൊടുവിൽ പോരാടിയ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ ജലത്തിന്മീതെ നടന്നുവരുന്നു. പത്രോസ് വിശ്വാസത്തോടെ കടന്നുവരുന്നു, എന്നാൽ യേശുവിനെ വിട്ടുനോക്കുമ്പോൾ മുങ്ങുന്നു. ഇതു കർത്താവിൽ ഉറച്ച വിശ്വാസം വേണമെന്നതു കാണിക്കുന്നു. യേശു അവനെ രക്ഷിക്കുകയും കൊടുങ്കാറ്റ് നിശബ്ദമാക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാർ അവനെ നമസ്കരിച്ചു. നിസ്സംശയം നീ ദൈവപുത്രൻ ആകുന്നു എന്ന് പറയുന്നു. 15-ാം അധ്യായം മനുഷ്യപരമ്പരകളും ദൈവകൽപ്പനകളും തമ്മിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കുന്നു. ശിഷ്യന്മാർ കൈ കഴുകാത്തതിനാൽ ഫരിസികൾ അവരെ കുറ്റപ്പെടുത്തുന്നു. യേശു സ്വഭ്രമങ്ങളുടെ പേരിൽ ദൈവകൽപ്പനകളെ അവഗണിച്ചതിനു അവരെ നിന്ദിക്കുന്നു.
മനുഷ്യനെ അശുദ്ധമാക്കുന്നത് വായിലൂടെ വരുന്നതല്ല, ഹൃദയത്തിൽ നിന്നുമാണ് എന്നു അവൻ പറയുന്നു. ദുഷിച്ച ചിന്തകൾ, കൊലപാതകം, പരസ്ത്രീഗമനം, മോഷണം, കള്ളസാക്ഷ്യം, അപവാദം ഇവയാണ് അശുദ്ധമാക്കുന്നത്. ഒരു കനാൻ ദേശ സ്ത്രീ അതിശയകരമായ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. യേശു മൗനം പാലിക്കുമ്പോഴും തന്റെ ഭീതാകുലനായ പുത്രിയെ സുഖപ്പെടുത്തുവാൻ അവൻ യാചിക്കുന്നു. അവളുടെ വിശ്വാസം കണ്ട് യേശു പ്രശംസിച്ചു, അഭ്യർത്ഥന അനുവദിക്കുന്നു. ഇതിൽ രാജ്യത്വത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അതിരുകൾ ഇസ്രായേലിനുമപ്പുറം വ്യാപിക്കുന്നുവെന്നതു കാണിക്കുന്നു. 7 അപ്പം കുറച്ച് മത്സ്യങ്ങൾ കൊണ്ടു അവൻ 4000 പേർക്ക് ഭക്ഷണം ഒരുക്കുന്നു. ഇനിയും പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതിലൂടെ അവന്റെ മഹത്വം വെളിവാകുന്നു. ഷോഡശമധ്യായം നിർണായക ഘട്ടമാകുന്നു. പത്രോസ് യേശുവിനെ ജീവന്ത ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നു അവകാശപ്പെടുന്നു. യേശു അവനെ അനുഗ്രഹിക്കുന്നു. തന്റെ സഭ ഈ ശിലയ്ക്കു മേലായിരിക്കും സ്ഥാപിക്കുക. പാതാളത്തിന്റെ വാതിലുകൾ അതിനെ ജയിക്കയില്ല. ശേഷം തന്റെ മരണമേയും പുനരുത്ഥാനമേയും യേശു പ്രസ്താവിക്കുന്നു. പത്രോസ് അവനോട് വാദിക്കുന്നു. യേശു, സാത്താനെ, എന്റെ പിൻഭാഗത്തു നിന്നു പോക എന്ന് പറയുന്നു. മഹത്വത്തിനു മുമ്പ് കഷ്ടസാധ്യത അനുഭവിക്കേണ്ടതാണെന്നതു വ്യക്തമാകുന്നു. ശിഷ്യന്മാരോട് അവൻ തങ്ങളുടെ ശിലുവ ചുമന്നുകൊണ്ടു തന്നെ പിന്തുടരുവാൻ വിളിപ്പിക്കുന്നു. അവന്റെ നിമിത്തം ജീവൻ നഷ്ടപ്പെടുന്നവൻ അതിനെ കണ്ടെത്തും. 7 ദിവ്യപരിവർത്തനം വിവരിക്കുന്നു. യേശു തന്റെ മഹത്വം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർക്കു പ്രത്യക്ഷമാക്കുന്നു. മോശയും എലിയാവും അവനോട് കൂടെയുണ്ട്. ഇതിലൂടെ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെയും പ്രവൃത്തികളും പരിപൂർണമാകുന്നതു കാണിക്കുന്നു. ആകാശത്തിൽ നിന്നു ഒരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു, അവനെ കേൾപ്പിൻ എന്ന് പറയുന്നു. യേശു മലയിൽ നിന്ന് ഇറങ്ങി ഒരു ബാലനെ സുഖപ്പെടുത്തുന്നു. അവൻ ഭൂതബാധിതനായിരുന്നെങ്കിലും ശിഷ്യന്മാർ അതിനെ ബോധിപ്പിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ വിശ്വാസക്കുറവ് യേശു താക്കീത് ചെയ്യുന്നു. വീണ്ടും മനുഷ്യപുത്രൻ ആളുകളിലേക്കു ഏൽപ്പിക്കപ്പെടുകയും മരണത്തിനിരയുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുമെന്നു അറിയിക്കുന്നു. ദേവാലേഖനം സംബന്ധിച്ച് ചോദ്യം ഉയരുന്നു. യേശു പത്രോസിനോട് ഒരു മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം കണ്ടെത്തുവാൻ പറയുന്നു. ഇതിലൂടെ എല്ലാത്തിനും മേലുള്ള തന്റെ അധികാരം വെളിവാക്കുന്നു. ധനന്റേത് അധ്യായം 18 താഴ്മ, ക്ഷമ, രാജ്യബന്ധങ്ങളുടെ സ്വഭാവം എന്നിവയെ ഉദ്ഘാടനം ചെയ്യുന്നു. ശിഷ്യന്മാർ ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും മഹാനെന്ന് ചോദിച്ചപ്പോൾ യേശു ഒരു ബാലനെ അവരുടെ മുമ്പിൽ വെച്ച് യഥാർത്ഥ മഹത്വം താഴ്മയിലൂടെ വരുന്നതാണ് എന്ന് പഠിപ്പിച്ചു. ചെറിയവരെ വീഴ്ചയിലാക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പരലോസ്തനത്തിന്റെ ദൃഷ്ടാന്തം ഉപദേശിച്ചു. പാപിയെ തേടുന്ന ദൈവഹൃദയത്തെ വെളിപ്പെടുത്തി. സഭാനിയമങ്ങളെയും പുനർചേരലിന്റെ ആവശ്യകതയും കുറിച്ച് ഉപദേശിച്ചു. പത്രോസ് എത്ര തവണ ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു 70 തവണ 7 എന്നാണ് മറുപടി പറഞ്ഞത്. അതിന്റെ അർത്ഥം അതിരുകളില്ലാത്ത ക്ഷമയാകുന്നു. തുടർന്ന് ക്ഷമയില്ലാത്ത ദാസന്റെ ഉപമ പറഞ്ഞ് ക്ഷമിക്കാത്തവർക്ക് ദൈവം ക്ഷമ നൽകുകയില്ല എന്ന മുന്നറിയിപ്പ് നൽകി. അധ്യായം 11 യേശു ഗലീലയിൽ നിന്ന് പുറപ്പെട്ടു യോർദാനിന്റെ അകത്തു ജൂദായിലേക്ക് യാത്ര ചെയ്തതിനെക്കുറിച്ച് വിവരിക്കുന്നു. വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും അദ്ദേഹം അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. എന്നാൽ പരീശന്മാർ അടുത്തുവന്ന് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം കൊണ്ടു അവനെ പരീക്ഷിച്ചു. അവന്റെ ഭാര്യയെ ഏതു കാരണത്താൽ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ പുരുഷനു അനുവാദമുണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം. അവർ തീവ്രമായ മതപരമായ തർക്കത്തിലേക്ക് അവനെ വലിച്ചിറക്കാൻ ശ്രമിച്ചു. യേശു സൃഷ്ടിയിലെ ദൈവത്തിന്റെ ആദിമലക്ഷ്യത്തിലേക്ക് അവരെ തിരിച്ചു നയിച്ചു. ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ച്, ആദിമത്തിൽ അവൻ അവരെ ആണായും പെണ്ണായും സൃഷ്ടിച്ചു എന്നും ഈ കാരണത്താൽ മനുഷ്യൻ തന്റെ അച്ഛനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും, ഇരുവരും ഒരേ ദേഹമായിത്തീരും എന്നും പറഞ്ഞു. ദൈവം ഒരുമിപ്പിച്ചവരെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും വിവാഹം ദൈവികവും സ്ഥിരവുമായ ബന്ധമാണെന്നതു വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ മോശെ വിവാഹമോചനം അനുവദിച്ചതിന്റെ കാരണം എന്തെന്ന് അവർ നിർബന്ധിച്ചപ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യത്താൽ മോശെ ഇത് അനുവദിച്ചതാണെന്നും പക്ഷേ ആദിമത്തിൽ അത് ദൈവത്തിന്റെ ലക്ഷ്യമല്ലായിരുന്നെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലൈംഗിക പാപത്തിൻ്റേതല്ലാതെ വിവാഹമോചനം നടത്തുകയും മറ്റൊരാളുമായി വിവാഹിതനാകുകയും ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു എന്ന് അവൻ ഉപദേശിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഈ കർശനമായ ഉപദേശം കേട്ടു. അങ്ങനെ ആയാൽ വിവാഹിതരാകാതെ ഇരിക്കുന്നത് നന്നല്ലേ എന്ന് ചോദിച്ചു. യേശു മറുപടി നൽകി, എല്ലാവർക്കും ഇത് ഗ്രഹിക്കാനാകില്ല. ചിലർ സ്വർഗരാജ്യത്തിനായി ശുദ്ധജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കും. അതിനുശേഷം ചിലർ കുഞ്ഞുങ്ങളെ യേശുവിനരികെ കൊണ്ടുവന്നു. അവൻ അവരെ അനുഗ്രഹിക്കുമോ എന്ന്. എന്നാൽ ശിഷ്യന്മാർ അവരെ വിലക്കി. എന്നാൽ യേശു കുട്ടികളെ സ്വീകരിച്ചു. അവരുപോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ഒരു സമ്പന്നനായ യുവ ഭരണാധികാരി യേശുവിന്റെ അടുക്കൽ വന്നു. നിത്യജീവൻ എങ്ങനെ കൈവശമാക്കാമെന്ന് ചോദിച്ചു. യേശു ആദ്യം അവനെ കൽപ്പനകളിലേക്കു തിരിച്ചുവഴിച്ചു. എന്നാൽ യുവാവ് ബാല്യത്തിൽ നിന്നേ തന്നെ അതു എല്ലാം അനുഷ്ഠിച്ചുവെന്ന് അവകാശപ്പെട്ടു.
എന്നാൽ പരിപൂർണനായിരിക്കണമെങ്കിൽ അവൻ തന്റെ സമ്പത്ത് വിൽക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയും അവനെ അനുഗമിക്കണമെന്നുമായിരുന്നു യേശുവിന്റെ ഉത്തരവ്. അതുകേട്ടു ധനസമ്പത്തുള്ളതുകൊണ്ട് വ്യസനത്തോടെ അവൻ അവിടം വിട്ടു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒറ്റക്കിണറ്റിൽ കൂടിയുള്ളവളേക്കാൾ ബുദ്ധിമുട്ടാണ്. അതുകേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അപ്പോൾ രക്ഷപ്പെടാവുന്നവർ ആരൊക്കെയെന്ന് ചോദിച്ചു. യേശു മറുപടി നൽകി, മനുഷ്യർക്കു അസാധ്യമായതു ദൈവത്തിങ്കൽ സാധ്യമാണ്. അപ്പോൾ പത്രോസ്, എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചവർക്ക് എന്ത് പ്രതിഫലം കിട്ടുമെന്നു ചോദിച്ചു. യേശു വാഗ്ദാനം ചെയ്തു, പുതിയ സൃഷ്ടിയിൽ അവന്റെ 12 ശിഷ്യന്മാർ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ ന്യായവിധി ചെയ്യാൻ 12 സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന്. കൂടാതെ അവനെ സംബന്ധിച്ച് വീടുകളും സഹോദരന്മാരും മാതാപിതാക്കളും മക്കളും സ്ഥലങ്ങളും ഉപേക്ഷിച്ചവർക്കെല്ലാം 100 മടങ്ങ് ലഭിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമെന്നു പ്രഖ്യാപിച്ചു. എന്നാൽ ആദ്യത്തവർ ഒടുവിലാകുകയും ഒടുവിലത്തവർ ആദ്യത്തവരാകുകയും ചെയ്യും എന്ന ഒരു ദുരൂഹമായ വാക്കുകൊണ്ട് അവൻ തീർത്തു. യോടെ അതല് മടത്തേ ആയത് അധ്യായം 20 തോട്ടക്കാരുടെ ഉപമയോടെ ആരംഭിക്കുന്നു. ദൈവകൃപയുടെ സമൃദ്ധി വ്യക്തമാക്കുന്നു. ഒരു ഭൂമിയുടമ ദിവസം മുഴുവൻ വ്യത്യസ്ത സമയങ്ങളിൽ തൊഴിലാളികളെ കൃഷിയിടത്തിൽ ജോലിക്ക് നിയമിക്കുന്നു. എന്നാൽ വൈകിയവർക്കും ആദ്യം വന്നവർക്കും ഒരേ പ്രമാണം നൽകുന്നു. രാവിലെ മുതൽ പ്രയാസപ്പെട്ടവർ അതിൽ അസന്തുഷ്ടരാകുന്നു. അവൻ അവരോട് പറയുന്നു, ഞാൻ നിങ്ങളുമായി ധാരണ ചെയ്തതായതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഉചിതമായവ ലഭിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർക്ക് ദാനകരമാകാൻ അവകാശിയല്ലേ? ഈ ഉപമയിലൂടെ രക്ഷ മനുഷ്യന്റെ കഴിയാൽ അല്ല, ദൈവകൃപയാൽ ലഭിക്കുന്നതാണെന്ന് വെളിപ്പെടുത്തുന്നു. പിന്നിൽ വന്നവർക്കും മുൻവന്നവർക്കും ഒരേ ദേ ലഭിക്കുന്നുവെന്ന് അവൻ വ്യക്തമാക്കി. തുടർന്ന് യേശു മൂന്നാമതും തന്റെ മരണവും പുനരുത്ഥാനവും പ്രവചിക്കുന്നു. അവൻ ശിഷ്യന്മാരോട് വ്യക്തമാക്കി, അവൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവൻ മരണകാര്യത്തിൽ ശിക്ഷിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും അടിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ 3-ാം ദിവസം അവൻ ഉയിർത്തെഴുന്നേൽക്കും. ഇതിനു പിന്നാലെ സെബെദെയിന്റെ പുത്രന്മാരായ യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ മാതാവ് അവന്റെ അടുക്കൽ വന്നു. അവളുടെ പുത്രന്മാർ അവന്റെ രാജ്യത്തിൽ വലത്തും ഇടത്തും ഇരിക്കുമാറാകണമെന്നു അപേക്ഷിച്ചു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഞാൻ കുടിക്കേണ്ട കുപ്പു നിങ്ങൾക്ക് കുടിക്കാനാകുമോ? അവർ അങ്ങനെയാകുമെന്ന് ഉത്തരം നൽകി. എന്നാൽ യേശു പറഞ്ഞു, അത് എന്റെ പിതാവ് തയ്യാറാക്കിയവർക്കാണ്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, രാജ്യത്തിൽ മഹാനാകേണ്ടവർ ദാസന്മാരാകണം. മനുഷ്യപുത്രൻ സേവിക്കപ്പെടാൻ വന്നതല്ല, മറിച്ച് സേവിക്കാനും അനേകരുടെ വേണ്ടി തന്റെ ജീവൻ വീണ്ടെടുപ്പായി നൽകാനും ആയിരിക്കുന്നു. അതിനുശേഷം യേശു യെരിഹോ വിട്ടുപോകുമ്പോൾ 2 അന്ധർ അവനെ വിളിച്ചു, ദാവീദിന്റെ പുത്ര, ഞങ്ങൾ മേൽ കരുണ കാണിക്കണമേ. ജനക്കൂട്ടം അവരെ ശാന്തരാക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ നിരുത്തരിക്കാതെ യേശു അവരെ തന്റെ അടുക്കൽ വരുവാൻ വിളിച്ചു. അവൻ അവരോട്, ഞാനെന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, പ്രഭോ, ഞങ്ങളുടെ കണ്ണു തുറന്നു തരണമേ. യേശുവിന്റെ മനസ്കരുണയാൽ നിറഞ്ഞു. അവൻ അവരുടെ കണ്ണുകളെ സ്പർശിച്ചു. ഉടനെ അവൻ കാണാൻ തുടങ്ങി. അവനെ അനുഗമിച്ചു. അധ്യായം 21 യേശുവിന്റെ യെരുശലേമിലേക്കുള്ള ഉജ്ജ്വല പ്രവേശനവുമായി ആരംഭിക്കുന്നു. സഖറിയാവിന്റെ പ്രവചനം പൂർത്തീകരിച്ചു. നിങ്ങളുടെ രാജാവ് ഒരു കഴുതപ്പുല്ലിൽ കയറി വരുന്നു. ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു ഇലകൾ വീശി, ദാവീദിന്റെ പുത്ര ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് ആലപിച്ചു. ഈ പൊതുപ്രഖ്യാപനം മതനായകന്മാരുമായുള്ള അന്തിമ പ്രത്യാഘാതത്തിന്റെ തുടക്കമായിരുന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ പൊള്ളിക്കുന്നവരെയും വിനിമയക്കാരെയും പുറത്താക്കി. എന്റെ ആലം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം, പക്ഷേ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് ഉണർത്തുന്നു. അന്ധരും കാലുറപ്പുള്ളവരും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇത് കണ്ട് അസന്തുഷ്ടരായി. കുട്ടികൾ ദാവീദിന്റെ പുത്ര ഹോശന്ന എന്ന് നിലവിളിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളുടെയും മുലയൂട്ടുന്നവരുടെയും വായിലൂടെ ദൈവം സ്തുതി നിർമ്മിച്ചിട്ടുണ്ട്. 2-ാം ദിവസം യേശു ഒരു ഫലം ഇല്ലാത്ത അത്തിവൃക്ഷത്തെ ശപിച്ചു. അത് ഉടനെ ഉണങ്ങിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇസ്രായേലിന്റെ ആത്മീയ തളർച്ചയെ സൂചിപ്പിക്കുന്നു. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത മഹാപുരോഹിതന്മാരോട് അവൻ യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നാണോ മനുഷ്യർ നിന്നോ എന്ന് ചോദിച്ചു. അവർ ഉത്തരം നൽകുവാൻ മടിച്ചു. തുടർന്ന് അവൻ 2 പുത്രന്മാരുടെ ഉപമ പറഞ്ഞു. ഒരാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു, പക്ഷേ അനുസരിച്ചു ഇല്ല. മറ്റേത് ആദ്യം നിരസിച്ചു, എന്നാൽ പിന്മാറ്റി അനുസരിച്ചു. യേശു പറഞ്ഞു, തവിട് ചുമക്കുന്നവർ പരസംഗിനികൾ ദൈവരാജ്യത്തിൽ നിങ്ങൾക്കു മുമ്പ് പ്രവേശിക്കും. തുടർന്ന് അവൻ ദ്രാക്ഷാമേനിയുടെ ദാസന്മാരെ കൊന്ന് കൃഷിക്കാരുടെ ഉപമ പറഞ്ഞു. ഉടമയുടവന്റെ പുത്രനെ അവർ കൊന്നു. അവന്റെ അവകാശം കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചു. അതിനാൽ രാജ്യം നിങ്ങൾക്കു മുതൽ എടുത്തു ഫലം കൊണ്ടുവരുന്നവർക്കു നൽകും എന്ന് അവൻ പറഞ്ഞപ്പോൾ പുരോഹിതന്മാർ ഗ്രഹിച്ചു അവൻ അവരുടെ പറ്റി സംസാരിക്കുന്നു. അധ്യായം 22 യേശു മതാധിപതികളുമായുള്ള കൂടുതൽ സംവാദങ്ങൾ നടത്തുന്നു.
പരീശന്മാരും ഹെരോദിയന്മാരും ചേർന്ന് സീസറിന് കരമടയ്ക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അവനെ കൊടുക്കുവാൻ. എന്നാൽ യേശു ഒരു ദ്രവ്യ നാണയം എടുത്ത് സീസറിൻ്റെത് സീസർക്കും ദൈവത്തിൻ്റെത് ദൈവത്തും കൊടുക്കുവിൻ എന്ന് മറുപടി നൽകി. പിന്നീടു പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന സദൂകേയർ, ഒരു സ്ത്രീ 7 സഹോദരന്മാരുടെ ഭാര്യയായാൽ അവൾ പുനരുത്ഥാനത്തിൽ ആരുടേതാകും എന്ന് ചോദിച്ചു. യേശു മറുപടി നൽകി, പുനരുത്ഥാനത്തിൽ അവർ സ്വർഗ്ഗദൂതന്മാരെ പോലെയാകും. അപ്പോൾ ഒരു പരീശൻ അവനോട് ചോദിച്ചു, ഏതു കൽപ്പനയാണ് ഏറ്റവും വലിയത്? യേശു ഉത്തരം നൽകി, പ്രഭുവായ ദൈവത്തെ മുഴുവൻ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും സ്നേഹിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾക്കു പിതരാകുന്നവനെ നിങ്ങളെന്നു സ്നേഹിക്കണം. പിന്നീട് യേശു അവരോട് ചോദിച്ചു, മിശിഹ ദാവീദിന്റെ പുത്രനോ? എന്നാൽ ദാവീദ് അവനെ കർത്താവെന്നു വിളിക്കുന്നതെന്തിന്? അവർക്കു അതിനുത്തരം ലഭിച്ചില്ല. അധ്യായം 23 യേശു പരീശന്മാരോടും ശാസ്ത്രിമാരോടും ശക്തമായ വിലാപ്പാട്ടുകൾ ഉണർത്തുന്നു. നീ കപടപരീശന്മാരെ എന്നെല്ലാമായുള്ള പ്രസ്താവനകളിൽ അവൻ അവരുടെ ഇരട്ടത്താപ്പും കാപട്യവും വെളിപ്പെടുത്തുന്നു. അവൻ യെരുശലേമിനോട് വിലപിച്ചു, ഞാൻ നിങ്ങളുടെ മക്കളെ കൂട്ടിയിടുവാൻ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ ഇച്ഛിച്ചില്ല. അധ്യായം 25 യേശു തന്റെ രണ്ടാം വരവിനെക്കുറിച്ച് ഉപമകളിലൂടെ പഠിപ്പിക്കുന്നു. 10 കന്യകമാരുടെ ഉപമയിൽ അവൻ ജാഗ്രതയും തയ്യാറെടുപ്പും കുറിച്ച് ഊന്നിപ്പറയും. 5 ബുദ്ധിമാന്മാർക്ക് എണ്ണയുള്ളപ്പോൾ 5 മൂർഖന്മാർ അതിന് തയ്യാറായിരുന്നില്ല. വരവിരിയുമ്പോൾ വെളിച്ചം ഇല്ലാത്തവർ പുറത്താക്കി, ഞങ്ങളെ അകത്തു കടത്തേണമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ വരവിരി മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇതിലൂടെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം കൃത്യമായ തയ്യാറെടുപ്പിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് യേശു ഒരു സമ്പന്നനായ മനുഷ്യന്റെ ഉപമ പറയും. അവൻ യാത്രയ്ക്ക് പോവുമ്പോൾ തന്റെ ദാസന്മാരിൽ ഒരുവന്നു 5 പ്രതിഭകളും മറ്റൊരുവന്നു 2 പ്രതിഭകളും മറ്റൊരുവന്നു 1 എണ്ണം നൽകിയപ്പോൾ ആദ്യ 2 പേരും അതുകൊണ്ട് കൂടുതൽ സമ്പാദിച്ചു. അവർക്ക് ഉടമയുടവന്റെ പ്രശംസയും അധികമായ ദൗത്യങ്ങളും ലഭിച്ചു. എന്നാൽ മൂന്നാമൻ തന്റെ പ്രതിഭ മണ്ണിൽ മറവു ചെയ്തു, ഭയന്നു. അതിനാൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. ഈ ഉപമ ദൈവത്തിന്റെ രാജ്യം ഉൾക്കൊള്ളുന്നതിന് വിശ്വസ്തതയും ഉത്തരവാദിത്വവും ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം അവൻ ആടുകളെയും കോഴികളെപ്പോലെ മനുഷ്യരെ വേർതിരിക്കുമെന്ന വിശ്വാദിനത്തിന്റെ വിധിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. അവൻ നീതിമാന്മാരോട്, നിങ്ങൾ വിശപ്പുള്ളവരെ തൃപ്തിപ്പെടുത്തി, ദാഹിക്കുന്നവരെ പാനീയം നൽകി, അന്യനായവരെ ഉൾക്കൊള്ളിച്ചു, നഗ്നനായവരെ ഉടുപ്പിച്ചു, രോഗിയായവരെയും തടവിൽ ആയവരെയും സന്ദർശിച്ചു. അവർ ചോദിക്കുമ്പോൾ, പ്രഭോ, ഞങ്ങൾ എപ്പോൾ നിന്നെ അങ്ങനെ കണ്ടു? അവൻ ഉത്തരം നൽകി, നിങ്ങൾ എത്രയോ ചെറുതായവരിൽ ഒരുത്തനോട് ചെയ്തോ അതു എനിക്ക് ചെയ്തതാകുന്നു. പാപികൾക്കു വിധി പ്രസ്താവിക്കുമ്പോൾ അവർക്കു ദൈവത്തിന്റെ കരുണയും ന്യായവും മറച്ചുപോയി. അധ്യായം 26 യേശു തന്റെ ശിഷ്യന്മാരോട് തന്റെ അടുത്തുള്ള ക്രൂശിക്കപ്പെടലിനെക്കുറിച്ച് അറിയിക്കുന്നു. ഖെങ്തേത് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഗൂഢാലോചന നടത്തി അവനെ പിടികൂടുവാനും കൊല്ലുവാനും ഒരുങ്ങുന്നു. അതേസമയം ബേഥനിയിലെ ശിമോവിന്റെ വീട്ടിൽ ഒരു സ്ത്രീ ഏറെ വിലയേറിയ സുഗന്ധദ്രവ്യം യേശുവിന്റെ തലയിൽ ഒഴിക്കുന്നു. ചിലർ അത് പാഴാക്കിയെന്നു പറഞ്ഞു. എന്നാൽ യേശു അവളെ പ്രശംസിച്ചു. ഈ സ്ത്രീ എന്റെ സംസ്കാരത്തിനായി ഇത് ചെയ്തു. എന്നാൽ യേശുവിനെ വ്യത്യയം ചെയ്യുവാൻ യഹൂദാസ് ഇസ്കരിയോത്ത് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോയി. അവർക്ക് 30 വെള്ളി നാണയത്തിനായി അവനെ ഏൽപ്പിക്കുവാൻ സമ്മതിച്ചു. പെസഹയ്ക്കുള്ള ഒരുക്കത്തിനായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവനെ ഒരു വലിയ മുറിയിൽ കണ്ട് അവിടേത് തയ്യാറാക്കുവിൻ. അങ്ങനെ അവർ പെസഹയുടെ അത്താഴം ഒരുക്കി. അത്താഴത്തിനിടയിൽ യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ദ്രോഹിക്കും. അവർ വിഷാദത്തോടെ, പ്രഭോ, അതു ഞാനോ എന്ന് ചോദിച്ചു. അവൻ മറുപടി നൽകി, എന്നോടൊപ്പം കൈപ്പൊതിഞ്ഞവൻ തന്നെയാണ്. തുടർന്ന് അവൻ അപ്പവും വീഞ്ഞും എടുത്തു, ഇത് എന്റെ ശരീരവും ഇത് എന്റെ രക്തവും എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അതിനുശേഷം അവർ കർത്താവിന്റെ സ്തോത്രഗാനം പാടിയ ശേഷം യേശു ഗെത്സേമനയിലേക്ക് പോയി. അവൻ അവിടെ കുരിശിന്റെ വ്യസനത്തിൽ മുഴുകി, അച്ഛനെ, ഈ കപ്പ് എന്നിൽ നിന്ന് നീക്കണമെങ്കിൽ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം നടപ്പാകട്ടെ. ശിഷ്യന്മാർ ഉറങ്ങി. അവൻ അവരോട്, മനസ്സന്നദ്ധമാണ്, എന്നാൽ മാംസം ദുർബലമാണ് എന്ന് പറഞ്ഞു. പിന്നീട് യഹൂദാസ് ഒരു ജനക്കൂട്ടത്തോടൊപ്പം അവനെ ഉപദ്രവിക്കാനെത്തി. അവൻ അവനെ ഒരു ചുംബനത്തിലൂടെ കാട്ടി. അധ്യായം 27 യേശു പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുപോയി. അവൻ ചോദിച്ചു, നിങ്ങളാണ് ഇദ്ദേഹത്തെ അശുദ്ധൻ എന്ന് പറയുന്നത്, എന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ പുരോഹിതന്മാരും ജനക്കൂട്ടവും അവനെ ക്രൂശിക്കൂ എന്ന് ആക്രോശിച്ചു. പീലാത്തോസ് ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇച്ഛപ്രകാരം ചെയ്യുവിൻ. എന്നാൽ അവൻ തന്റെ കൈകൾ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എന്റെ പങ്കില്ല. തുടർന്ന് യേശുവിനെ ക്രൂശിക്കാനുള്ള ഉത്തരവ് നൽകി. ഗൊൽഗോത്തയിലെ കുരിശിൽ യേശു ഉച്ചക്കഴിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്തിന് നീ എന്നെ ഉപേക്ഷിച്ചു? അതിനുശേഷം അവൻ തന്റെ ആത്മാവിനെ പിതാവിനായി സമർപ്പിച്ചു, തലകുനിച്ചു, മരിച്ചുപോയി. അധ്യായം 28 യേശുവിന്റെ പുനരുത്ഥാനം വെളിപ്പെടുത്തുന്നു. ശബ്ബത്തിൽ കഴിഞ്ഞു. മരിയ മഗ്ദലേനയും മറ്റൊരു മരിയും കല്ലർ സന്ദർശിക്കാൻ വരുമ്പോൾ ഒരു മഹാസുനാമി ഉണ്ടായിരിക്കുന്നു. ഒരു ദൂത് കല്ല് മാറ്റുകയും, നിങ്ങൾ തിരയുന്നത് ഇവിടെ ഇല്ല, അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന് അറിയിക്കുന്നു.
അവൾ ശിഷ്യന്മാരോട് ഇത് അറിയിക്കാൻ ഓടിപ്പോകുമ്പോൾ വഴിയിൽ അവൾക്കു യേശു പ്രത്യക്ഷനാവുന്നു. അവൾ അവനെ നമസ്കരിച്ചു. പിന്നീട് അവൻ ശിഷ്യന്മാരോട് ഗലീലയിൽ പോകാൻ കൽപ്പിച്ചു. അവിടെ അവൻ അവരോട് പറഞ്ഞു, എല്ലാ അധികാരവും എനിക്കു സ്വർഗ്ഗത്തിലും ഭൂമിയിലും നൽകിയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കുവിൻ. അവരെ പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുക്കുവിൻ. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതോടെ അവന്റെ മഹത്തായ ദൗത്യം പ്രഖ്യാപിക്കുന്നു. വിശ്വാസികളായ എല്ലാവർക്കും രക്ഷയുടെ സന്ദേശം വഹിക്കാൻ അവൻ അവകാശമാകുന്നു. പ്രിയമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹിതരെ, ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ പശ്ചാത്തല പഠനത്തിൽ ആസ്വദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിന്റെ ഓരോ അധ്യായവും പര്യവേഷണത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിയിപ്പ് ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അവന്റെ വചനം അറിയാനുള്ള ഈ ദൈവദാനമായ അവസരം നഷ്ടപ്പെടാൻ പറ്റാത്തതായി ഉറപ്പാക്കുക. നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു പ്രാർത്ഥനയോടെ വിടവ് ചെയ്യാം. ദയാലു സ്നേഹമുള്ള പിതാവേ, മത്തായിയുടെ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട സത്യത്തിന്റെ എല്ലാ മഹത്വവും ഗീതവും നമുക്ക് നൽകുന്നു. ഈ പവിത്രമായ പേജുകൾ മുഖേന നിങ്ങളുടെ വാഗ്ദാനങ്ങൾ, നിങ്ങളുടെ പുത്രന്റെ മഹത്വം, അവനെ വിശ്വാസത്തിൽ പിന്തുടരാൻ വിളിക്കുന്ന ശബ്ദം കാണുന്നതിനായി ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ, അവന്റെ ബലി നൽകുന്ന ശക്തിയിൽ, അവന്റെ ഊർജിതത്തിന്റെ വിജയത്തിൽ നാം ആദരിക്കുന്നു. പ്രഭു, ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകട്ടെ. അങ്ങനെ നാം വെറും വചനശ്രാവകർക്കല്ലാതെ കർമ്മശ്രാവകർക്കായി നിങ്ങളുടെ സത്യത്തിന്റെ പ്രകാശത്തിൽ നടക്കാനും കഴിയും. ഞങ്ങളെ വിശ്വസ്തമായ ശിഷ്യന്മാരായി ജീവിക്കാൻ ശക്തിപ്പെടുത്തുക. എല്ലാ ആളുകളോടും രക്ഷയുടെ നല്ല സന്ദേശം പ്രസിദ്ധീകരിക്കാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടെ പോവട്ടെ. ഞങ്ങൾ നിങ്ങളെ തുടർച്ചയായി അന്വേഷിക്കുന്ന പോലെ ഞങ്ങളുടെ രക്ഷാധികാരിയായ യേശുക്രിസ്തുവിന്റെ കൃപ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവന്റെ ശക്തിയും വിലപ്പെട്ട നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. ആമേൻ.